തിരുവനന്തപുരം ജില്ലാ കലോത്സവ ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയ സംഭവം അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. റിപ്പോർട്ട് കാണാം ആദ്യം. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിനിടെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പതാക ഉയർത്തിയപ്പോൾ പതാക കയറിൽ കുടുങ്ങിയിരുന്നു. ഇത് അഴിച്ചിറക്കാനാണ് സംഘാടകർ +2 വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയത്. ഈ സംഭവത്തിലാണ് അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിനാണ് നിർദ്ദേശം നൽകിയത്. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ അപകടകരമായ ജോലി ചെയ്യാൻ നിയോഗിച്ചതിലാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. സ്ഥലം MLA ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികൾ നോക്കി നിൽക്കെയാണ് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ +2 വിദ്യാർത്ഥിയെ കൊടിമരത്തിൽ കയറ്റിയത്. NSS വോളണ്ടിയർ എന്ന രീതിയിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും സ്വമേധയാണ് താൻ കൊടിമരത്തിൽ കയറിയതെന്നും +2 വിദ്യാർത്ഥിയായ അനന്തൻ സ്കൂൾ പ്രിൻസിപ്പലിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ജിബിൻ, മന്ത്രി ഇപ്പോൾ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള നടപടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ തികഞ്ഞ ലാഘവത്തോടുകൂടി ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്ത അധ്യാപകർ, അത് നോക്കി നിന്ന ജനപ്രതിനിധി, ഇവരൊക്കെ തന്നെ ഉത്തരം പറയേണ്ടതല്ലേ ജിബിൻ? അത് തന്നെയാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു കൃത്യം ചെയ്തുവെങ്കിൽ പോലും ഇതിന് കൂട്ടുനിന്ന്, അല്ലെങ്കിൽ ഈ കുട്ടി ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രചോദിപ്പിച്ച ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന MLA അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മറ്റ് സഹപാഠികൾ, അതുപോലെ അധ്യാപകർ, അവർ എല്ലാം ഈ ഒരു കൃത്യത്തിൽ കുറ്റക്കാരാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം. തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കൊടി ഉയർത്തുന്നതിനിടെയാണ് ഈ വള്ളിയും കൊടിയും തമ്മിൽ കുരുങ്ങിപ്പോയത്. ഇത് അഴിച്ചെടുക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ ഈ കുട്ടിയോട് ഈ കൊടിമരത്തിൽ കയറാൻ ആവശ്യപ്പെട്ടത്. തുടർന്ന് +2 ഇതേ സ്കൂളിലെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിട്ടുള്ള അനന്തനാണ് ഈ കൊടിമരത്തിൽ കയറും കൊടിയും തമ്മിലുള്ള ബന്ധം വേർപിച്ച് ഈ കൊടിയെ താഴ്ത്തിയിട്ടത്. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നത്. കാരണം പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ, അദ്ദേഹത്തിന് ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഇത്തരം കൊടിമരത്തിൽ, വളരെ ഉയരമുള്ള ഒരു കൊടിമരമാണ്, അതിൽ കയറ്റുന്നതിന് വേണ്ടിയിട്ട് അധ്യാപകർ കൂടെ നിന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത് വലിയ രീതിയിലുള്ള മാധ്യമ വാർത്തകൾക്കും ചർച്ചയ്ക്കും ഇടയായിരുന്നു. ഈ മാധ്യമ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ഷാനവാസിനാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് മന്ത്രി നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രാഥമിക ഘട്ട അന്വേഷണത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടി സ്വമേധയാ കയറിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി തേടി പോകാം. ഇപ്പോൾ സ്കൂളിന്റെ അടുത്തുള്ള വ്യക്തിയായ വിനീത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനീത്, വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. നോക്കൂ, അതായത് കുട്ടി ഇത്രയും ഉയരമുള്ള ഒരു കൊടിമരത്തിന് മുകളിലേക്ക് ഒരു സുരക്ഷയും ഇല്ലാതെ കയറ്റുന്നുണ്ടെങ്കിൽ അത് അധ്യാപകരുടെ വീഴ്ച തന്നെയാണ്. മാത്രമല്ല, അധ്യാപകർ തന്നെയാണ് പറഞ്ഞിട്ട് കയറിയത് എന്ന് വിദ്യാർത്ഥി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ ഇത് കണ്ടയാളാണോ? എന്താണ് താങ്കൾക്ക് തോന്നിയത് അപ്പോൾ? അവിടെ നിന്ന് വിദ്യാർത്ഥിയെ മുകളിൽ കയറ്റിവിടുകയാണ്. കയറ്റിവിട്ടതിന് ശേഷം ഇത് വിവാദമായതിനു ശേഷമാണ് MLA നേതൃത്വത്തിൽ ഒരു കൂട്ടം ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ചിരിക്കുന്നത്. സ്വമേധയാണ് കയറിയതെന്നുള്ള ഒരു ഒപ്പിട്ട് മേടിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ കുട്ടിയെ സ്വമേധയല്ല, അവിടെ നിന്ന് അധ്യാപകർ തന്നെയാണ് നിർബന്ധിച്ച് മേളിൽ കയറ്റുന്നത്. അത് കയറിക്കൊണ്ട് നിന്ന സമയത്ത് തന്നെ ആ പൈപ്പ് വിദ്യാർത്ഥിക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അത് ആടുന്നുണ്ടായിരുന്നു. ഒരു സുരക്ഷിതത്വം ഇല്ലാതെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് നിരന്തരമായ ഈ മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം MLA നേതൃത്വത്തിൽ ഇത് നിരന്തരമായ വിഷയമാണ്. ഒരാഴ്ചക്ക് മുമ്പാണ് നവംബർ 14-ാം തീയതി വിദ്യാർത്ഥികളെ മഴ നനഞ്ഞ സംഭവം ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നത് തന്നെയാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഇതും ഇവിടെ ഉണ്ടാവുന്നത്. വിദ്യാർത്ഥികളോട് നിരന്തരമായി കാണിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ഈ വിഷയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. ശ്രീ വിനീത് മടങ്ങിയെത്തിയപ്പോൾ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആൻസലൻ, ഇപ്പോൾ ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട സംഭവത്തിൽ MLA അടക്കം നോക്കുന്നത് വളരെ ഗുരുതരമായ പിഴവാണ്. ഇതിന്മേൽ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോകേണ്ടതല്ലേ? താങ്കളടക്കം അവിടെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രദേശവാസി അടക്കം പറഞ്ഞത് കേട്ടുവല്ലോ. നേരത്തെ അവിടെ വിദ്യാർത്ഥികളെ ഇറക്കിയുള്ള നേരത്തെ മഴ നനഞ്ഞ് അവരുമായി നടത്തിയ പ്രകടനങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ സംഭവമൊക്കെ ഗൗരവത്തോടെ കണ്ടു. അതിന് പിന്നീട് ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടുന്നതിനപ്പുറത്തേക്ക് ഇനി നടപടിയിലേക്ക് പോകേണ്ട വിഷയമായി ഇത് മാറിയിട്ടുണ്ടോ?
അല്ലാതെ നേരത്തെ വിഷയം എന്ന് പറയുന്നത് ഈ കലോത്സവത്തിന്റെ കൊടിമരത്തിനകത്ത് ചരടെന്തോ പിരിഞ്ഞു. അത് അവിടുത്തെ അധ്യാപകരിൽ നിന്ന് നിവർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഞാനെത്തി ഈ അധ്യാപകരുമായിട്ട് ഇപ്പുറത്ത് തിരിഞ്ഞ് സംസാരിച്ച് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഈ കുട്ടി ഈ കൊടിമരത്തിന്റെ മുകളിലെത്തിയിരിക്കുന്നത്. ആ കുട്ടി സ്വയം കയറിയതാണോ ആരെങ്കിലും പ്രേരിപ്പിച്ച് കയറിയതാണോ എന്ന് ഇന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അധ്യാപകർ പറഞ്ഞിട്ടാണ് കയറിയതെന്നാണ് കുട്ടിയുടെ ഒടുവിൽ ലഭിക്കുന്ന മൊഴിയും. ആര് പറഞ്ഞിട്ട്? അധ്യാപകർ പറഞ്ഞിട്ടാണ് കയറിയത് എന്നാണ് കുട്ടി നൽകുന്ന ഒടുവിലത്തെ മൊഴി. അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ ഈ വാർത്ത വരുന്നത് MLA എത്തി എന്നുള്ള രൂപത്തിലേക്കാണ് വാർത്ത പറയുന്നത്. ജസ്റ്റ് അവിടെ വയ്ക്കുമ്പോൾ അവിടെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അവിടെ മാധ്യമക്കാരെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഈ കുട്ടി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഈ മകനങ്ങ് മുകളിലെത്തി, ഈ കൊടിമരത്തിന്റെ മുകളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മള് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അനുവദിക്കില്ല ഒരിക്കലും അത്തരം ഒരു കാര്യത്തിലേക്ക് വേണ്ടി. അതായത് MLAയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ MLA തിരുത്തേണ്ടതായിരുന്നു. അപ്പോൾ താങ്കൾ അറിയാതെയാണ് ഈ കുട്ടി മുകളിലേക്ക് കയറുന്നത് അല്ലേ? അല്ല, ഞാൻ അറിഞ്ഞെങ്കിൽ ഞങ്ങൾ വിലക്കൂലേ? അങ്ങനെ ഇത് നോക്കിയിരിക്കുന്ന ജനപ്രതിനിധികളൊന്നുമല്ലല്ലോ. ഈ കുട്ടി കയറി മുകളിലെത്തുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുട്ടി അങ്ങ് മുകളിലിരിക്കുന്നത് കാണുന്നത്. പിന്നീട് MLA അന്വേഷിച്ചോ ഇത് അധ്യാപകർ പറഞ്ഞിട്ടാണോ ഇങ്ങനെ കയറ്റാൻ പാടില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചോ MLA? പ്രശ്നമില്ല, അവന് ഈ ഇതിലൊക്കെ ഉള്ളതാണ്. കുട്ടി NSS വോളണ്ടിയർ ആണ്, മറ്റേ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ പരിശീലനമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് സ്മാർട്ട് കുട്ടിയാണ്. പക്ഷേ സാധാരണ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് വേറെ എന്തെങ്കിലും റെമഡി കണ്ടെത്തേണ്ടതായിരുന്നു. അതെന്താണെന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ തീരുമാനങ്ങളിൽ പോകുന്നതിന് ഒരു എതിർപ്പില്ല. അത് നടന്നോട്ടെ. പക്ഷേ ശിശുദിനവുമായി ബന്ധപ്പെട്ട് MLA അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇതൊരു നമുക്ക് ഈ സ്മാർട്ട് കുട്ടിയോ അല്ലെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ല. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് ഒരു തരത്തിലും ഇനി അനുകരിക്കാനോ ആവർത്തിക്കാനോ പാടില്ല. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ അത്രത്തോളം ഗൗരവത്തോടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ സ്കൂളുകൾ, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇതൊരു ഗുരുതരമായിട്ടൊരു സംഭവമല്ലേ? ഉത്തരം പറയേണ്ടതല്ലേ അധ്യാപകർ? കുട്ടിയുടെ പ്രതികരണം എടുത്തിരുന്നോ? കുട്ടിയുടെ എന്തോ ഈ കുട്ടിയുടെ പ്രതികരണം തേടിയിരുന്നോ? അതെ, കുട്ടിയുടെ പ്രതികരണം ഒടുവിൽ കിട്ടുമ്പോഴാണ് പറയുന്നത് അധ്യാപകർ പറഞ്ഞിട്ടാണ് കയറിയത് എന്നാണ് പറയുന്നത്. അല്ല, അതൊന്ന് പരിശോധിച്ച് ആ വിഷയം തീരുമാനം എടുക്കണം. അതിനൊന്നുമില്ല. അതിനൊന്നും ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന ഈ MLA നിർബന്ധത്തിൽ എന്റെ ശ്രദ്ധയപ്പെട്ടത് ഞാൻ അനുവദിക്കില്ലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവൻ മുകളിലിരിക്കുന്നു കുരുക്കഴിച്ചോട്ട്. ഈ അധ്യാപകരോട് താങ്കൾ ചോദിച്ചുവോ? വിശദീകരണം ചോദിച്ചായിരുന്നോ? അന്ന് പോയതിനു ശേഷം അധ്യാപകര് കുറച്ച് അധ്യാപകർ കൂടുതലുണ്ടായിരുന്നല്ലോ അവിടെ. ആരാണ് തെറ്റിയത് ആരാണ് പ്രേരിപ്പിച്ചതെന്ന് അറിഞ്ഞൂടാ. ആ കുട്ടിക്ക് അറിയാമല്ലോ. കുട്ടിക്ക് അറിഞ്ഞിട്ട് കൺസെന്റ് അധ്യാപകന്റെ പേരിൽ അതിന് പ്രേരിച്ച അധ്യാപകർ നടപടി എടുക്കുന്നതിന് ഒരു തെറ്റില്ല. നടപടി എടുത്തു പോകണം. അന്വേഷണം നടക്കില്ല. അതായത് അന്വേഷണം പാതി വഴിക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത കാരണം ഇപ്പം മന്ത്രി റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി തേടിയിട്ടുണ്ട്. അങ്ങേക്ക് തോന്നുന്നില്ല ഇത് അധ്യാപകർക്ക് പറ്റിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്, അതിൽ നടപടി ഉണ്ടാകണമെന്ന് തന്നെയല്ലേ? ഗുരുതരമായ പിശകാണ്. അധ്യാപകരങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് അല്ലെങ്കിൽ കൊടിമരം വേറെ നിർത്താമല്ലോ. ആ കുരുക്കഴിഞ്ഞ വേറെ കൊടിമരം നിർത്തി ചെയ്യാമല്ലോ. അതിനൊക്കെ സമയമുണ്ടല്ലോ. വേറെ ഒന്നും സംഭവിക്കാന്നില്ലല്ലോ. അതായത് കുട്ടികൾ ഒരു ആവേശത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കും. കാരണം മറ്റു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ആ പ്രായം അതാണല്ലോ. അപ്പോൾ തിരുത്തേണ്ടത് ആരാണ്? നമ്മൾ അധ്യാപകരാണ്. അത് അരുത് എന്ന് പറയേണ്ട അധ്യാപകരാണ്. അത് MLAയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതും ഗൗരവമേറിയതാണ്. അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എന്റെ ഭാഗം ഞാനത് പറഞ്ഞതാണ്. ഞാൻ ഈ കുട്ടി കയറുന്നതിന്റെ ശ്രദ്ധയപ്പെട്ടിരുന്നെങ്കിൽ വിലക്കുമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുട്ടി മുകളിൽ എത്തുന്നതാണ്. അവിടെ മറ്റു ജനപ്രതികളുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ടിന്മേൽ ഉടൻ നടപടി ഉണ്ടാകുമല്ലേ? അതിനാവശ്യ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, അപ്പോൾ അരുതാത്തതാണ് എന്ന് ബോധ്യം അങ്ങേക്കുമുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ആൻസലൻ. ഈ വിഷയത്തിൽ സ്ഥലത്തെ MLA ആണ്. MLAയുടെ സാന്നിധ്യവും ഇത് നടക്കുമ്പോഴുണ്ടായിരുന്നു. കാരണം ഗൗരവമേറിയൊരു വിഷയമാണിത്. നമ്മൾ ഒരു കുട്ടിക്കളിയായി അധ്യാപകർ ഇതിനെ കാണരുത്. കുട്ടികളെ കൊണ്ട് ഈ രീതിയിലൊക്കെ ചെയ്യിക്കുന്നത്, അവരെ ഉപയോഗിച്ച് അവരെ കരുവാക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യം മനസ്സിലാക്കണം. കാരണം ഇത്രയും ഉയരമുള്ള ഒരു ഇതാണ്, കൊടിമരമാണ്. ആ കൊടിമരത്തിലേക്ക് കയറുമ്പോൾ തീർച്ചയായും നമ്മൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. KV മനോജ് കുമാർ, ബാലാവകാശ കമ്മീഷൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ മനോജ് കുമാർ, അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു പറയുന്നു. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ സംഭവത്തെ കാണേണ്ടത്? വളരെ ഗൗരവത്തോടുകൂടെ കാണുന്നത് കൊണ്ട് തന്നെയാണ് കമ്മീഷൻ അതിനകത്ത് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറോട് അടക്കമുള്ള ആളുകളോട്, DOയോടും അതുപോലെ തന്നെ
നമ്മുടെ DD-യോടും നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അടിയന്തരമായിട്ട് തന്നെ ആ കാര്യത്തെ പരിഗണിക്കുമെന്നാണ്, അതിന്റെ ഗൗരവത്തോടു കൂടെ തന്നെ പരിഗണിക്കും. കാരണം ഇത് സംഭവിക്കാൻ പാടില്ലാത്ത എന്ന് തോന്നുന്നില്ലേ? കാരണം അവിടെ MLA-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. MLA ടെലിഫോൺ ലൈനിൽ പറഞ്ഞിരുന്നത് ഒരു ആവേശത്തോടു കൂടി, അല്ലെങ്കിൽ അന്ന് ഈ കുട്ടി വളരെ സ്മാർട്ടാണ്. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇതിനെ കാണേണ്ടത്. സ്മാർട്ട് കുട്ടികൾ ഒരുപാടുണ്ടാകും. അപ്പോൾ അവര് എത്ര സ്മാർട്ടായാലും ഒരു ഗുരുതരമായ ഒരു അപകടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ ശ്രീ മനോജ്. അല്ല, ചിലപ്പോഴേ സ്പോർട്സ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന്റെ ആ ലാഘവത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ അതിനെ കാണുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല. അത് ആവശ്യമായ സുരക്ഷാ കരുതലുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ മാത്രമേ കൈകാര്യം ചെയ്യേണ്ടൂ. വളരെ അവിടെ ആ പോസ്റ്റ് കണ്ടപ്പോഴേ, അതിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ തന്നെ മനസ്സിലാവുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഇല്ല. മാത്രമല്ല ഒടിഞ്ഞു വീഴാൻ എങ്ങനെ, അല്ല ഞാൻ ചോദിക്കുന്ന നോക്കുക, ആ ദൃശ്യം പോലും നമുക്ക് ഫോട്ടോയിൽ തന്നെ വ്യക്തമാണ്. കാരണം വളരെ കനം കുറഞ്ഞ ഒരു കൊടിമരമാണ്. അത് ഒടിയത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അതാണ് പ്രശ്നം. അതും വലിയൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. അപ്പൊ തുടർ നടപടി താമസമില്ലാതെ തന്നെ അതിൽ ഒരു അപ്ഡേഷൻസ് ഫോളോ അപ്പ് ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. ശരി, വളരെയധികം നന്ദി ശ്രീ KV മനോജ് കുമാർ പ്രതികരിച്ചതിന്. ശ്രീ MK ഹരിദാസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്, ദി പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി. ശ്രീ MK ഹരിദാസ്, ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട വിഷയമല്ലേ? കാരണം നമ്മളിപ്പോൾ കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ചൊക്കെ ഒരുപാട് നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ കർക്കശമാക്കുമ്പോൾ ഒരു സ്കൂളിൽ നടന്ന, അത് MLA-യുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്കൂളിലേക്ക് ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ പറഞ്ഞയക്കുന്നതോടുകൂടി ആ കുഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള എല്ലാ ഉത്തരവാദിത്വവും ആ സ്കൂളിലെ അധികൃതർക്കാണ്, അധ്യാപകർക്കാണ് എന്ന വസ്തുത മനസ്സിലാക്കാതെയാണ് ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ഈ ഇതിന്റെ ഇൻട്രോയിൽ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ആ കുട്ടിയുടെക്ക് എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എത്ര ഞെട്ടലോട് കൂട്ടാണ് പിന്നീട് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുക. കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടവരാണ് അധ്യാപകർ. സ്കൂളിന്റെ കോമ്പൗണ്ടുകളിൽ മരങ്ങൾ ഉണ്ടായിരിക്കും. ആ മരത്തിൽ കുട്ടികൾ കയറുന്നുണ്ടോ? ആ മരത്തിൽ നിന്ന് കുട്ടികൾ അഭ്യാസം കാണിച്ച് താഴത്തേക്ക് വീഴുവോ? ഇത്തരത്തിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കുഞ്ഞുങ്ങളെ പാഠങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ഒരു അധ്യാപകരുടെ ചുമതല. അതും ഇവിടെ ജനപ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ, ജനപ്രതിനിധി ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൊടിമരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് കണ്ടത് എന്ന് പറയുന്നതൊക്കെ ഇത്തരത്തിലൊരു ചാനൽ ചർച്ചയിൽ പറയാവുന്ന ഒരു മുടന്ത ന്യായത്തിനപ്പുറം അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. ശിശുദിനത്തിന്റെ അന്ന് ഈ കുട്ടികളെ ഇറക്കി ശിശുദിന റാലി കൊടും മഴയത്ത് നടത്തിയ അത് ഈ MLA-യുടെ മണ്ഡലത്തിലായിരുന്നു. ആ MLA അന്ന് ആ സംഭവത്തെയൊക്കെ വളരെ ലാഘവത്തോടെ കണ്ട വ്യക്തിയാണ്. ഇവർ ഈ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യം വരെ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു ശക്തമായ ഒരു നടപടിയും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇത് ചെയ്യിച്ച അധ്യാപകർക്ക് ട്രേഡ് യൂണിയൻ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആർക്കെതിരെയാണോ നടപടി എടുക്കേണ്ടത് അവർക്കൊരു യൂണിയൻ സപ്പോർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഈ കൊടിമരത്തിൽ കയറ്റിയിട്ട് ഇത് ചെയ്യിച്ച അധ്യാപകർക്കെതിരെയൊന്നും ഒരു ചെറുവിരൽ അനക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവില്ല. പക്ഷെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ മക്കൾക്കാണ് ഇത് സംഭവിച്ചത്. ഇവരുടെ മക്കളെയൊക്കെ ഇങ്ങനെ ചെയ്യിക്കുമോ? അവരെ കൊണ്ട് ചെയ്യിക്കുമോ? ഇവരുടെ മക്കളെ ഇത്തരത്തിൽ കൊടിമരത്തിലും കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണമാണോ ഈ MLA നടത്തുക? ഈ MLA-യുടെ മകളുടെ കുഞ്ഞിനെയോ ഈ MLA-യുടെ മകന്റെ കുഞ്ഞിനെയോ കൊടിമരത്തിൽ കയറ്റിയാൽ ഇങ്ങനെയാണോ? ബാലാവകാശ കമ്മീഷന്റെ ഇവിടെ സംസാരിച്ച വ്യക്തി പറഞ്ഞിട്ടുള്ളതും വളരെ ലാഘവമായിട്ടാണ്. വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്റെ പ്രതീക്ഷ ഇവിടെ വിശദീകരണം ചോദിക്കാത്ത എന്ത് വിഷയമുള്ളത്? അതീവ ഗുരുതരം. കാരണം എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എന്റെ മക്കളുണ്ട്. ഞാനൊക്കെ ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരു കൊടിമരം എന്ന് പറഞ്ഞാൽ അതിന്റെ കനം എത്രയാണ്? ഒരു കുട്ടിക്ക് അതിന്റെ ഭാരം താങ്ങാൻ കഴിയാത്തത് ഒടിഞ്ഞു താഴ്ത്തു വീണ് അതിന്റെ തലയ്ക്ക് വല്ലതും പറ്റിയിട്ട് അത് കാലാകാലം കിടപ്പിലായിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഭവിഷ്യത്ത്, നമ്മുടെ കേരളത്തിനുള്ള ദുഷിച്ച പേര് എത്ര കാലം നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ലാഘവമായിട്ട് കണ്ടിട്ട് ഈ ജനപ്രതിനിധിയും ഈ ബാലാവകാശ കമ്മീഷന്റെ വ്യക്തികൾ സംസാരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇത് കയ്യോടുകൂടി നടപടിയെടുക്കണം. ഇതിൽ പോലീസ് കേസെടുക്കണം.
അല്ലാതെ ഇത് ബാലാവകാശ കമ്മീഷന്റെ അല്ലെങ്കിൽ MLA നടപടി എടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ടോ തീരുന്നൊരു പ്രശ്നമല്ല. നാളെ ഒരു സ്കൂളിലും ഇത് ആവർത്തിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളെ സ്കൂളിന്റെ ഗേറ്റിലേക്ക് അവർ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് സുരക്ഷിതമായി വീട്ടിലെത്തുന്നത് വരെ ആ ഒരു വിധ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടവരാണ് അധ്യാപകരെ. പാഠങ്ങൾ അച്ചടിച്ചു തുന്നിക്കൂട്ടിയ പുസ്തകത്താളിൽ നിന്നുള്ള പാഠങ്ങൾ പഠിപ്പിക്കലല്ല അധ്യാപകരുടെ ചുമതല. അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവർ തന്നെ. ഇത്തരത്തിലൊരു കൊടി കുരുങ്ങിയപ്പോ ഒരു കുഞ്ഞിനെ കൊടിമരത്തിൽ കയറ്റിയിട്ട് ആ കുരുങ്ങിയ കൊടി നേരെയാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ കേരളത്തിന് അപമാനകരമായിട്ടുള്ള സംഭവമാണ്. മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ താക്കീത് നൽകണം. അതിന് സർക്കുലറുകൾ സ്കൂളുകളിലേക്ക് അയക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികളെല്ലാം അതിന് ഉപയോഗിക്കുക. പ്രായമായവർ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് അതിന് പലതും ചെയ്യാനുണ്ട്. ഒരു കൊടി കുരുങ്ങിയത് കൊണ്ട് ഒരു സ്കൂൾ ജില്ലാ കലാമേളയൊന്നും അലങ്കോലപ്പെടാൻ പോകുന്നില്ല. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വൈകി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ? അവിടെ മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് കുട്ടികൾ കാലം പിടിച്ചിട്ട് നിൽക്കാനൊക്കെ വെയിലത്ത് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലമല്ലേ കേരളം. അപ്പൊ ഇത് അങ്ങേയറ്റം അപലപനീയമായി പോയി. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നാണ് എന്നെ പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ MK ഹരിദാസ്. എന്തായാലും ഈ സംഭവത്തിൽ ഒരു പേരിന് വേണ്ടി ഇത് ഗൗരവമേറിയ വാർത്തയാകുമ്പോൾ ഒരു റിപ്പോർട്ട് തേടലും അന്വേഷണത്തിന് ഉത്തരവിടുവാനുമായി മാറരുത്. ഇതിന്മേൽ എന്തായാലും നടപടി ഉണ്ടാകണം. കാരണം ഏറ്റവും കൂടുതൽ സമയത്ത് നമ്മൾ വീട്ടുകാരിൽ നിന്നും അകന്ന് സ്കൂളിലാണ് മണിക്കൂറുകളോളം ഈ കുട്ടികൾ ഇരിക്കുന്നത്. അംഗൻവാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സുരക്ഷയില്ല. സ്കൂളുകളിലേക്കും കൂടി എത്തുമ്പോൾ അവിടെ സുരക്ഷിതത്വം ഇല്ല. കുട്ടികളെയൊക്കെ ഇങ്ങനെ പരീക്ഷണ വസ്തുവായി മാറ്റുന്നുണ്ടെങ്കിൽ അതിൽ ആ അധ്യാപകർക്ക് ഇനി ഇത്തരമൊരു കാര്യം കേരളത്തിലെങ്ങും ആവർത്തിക്കാതിരിക്കാൻ തക്ക രീതിയിലേക്ക് നടപടിയും ഫോളോ അപ്പും ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്.